കേരളത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ മുത്തപ്പനെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ആളുകളോട് പ്രതികരണം ചോദിച്ചപ്പോൾ പലരും ഈ മണ്ഡലത്തിലുള്ളവരല്ല. പക്ഷേ ഈ മണ്ഡലത്തിലുള്ളവരുടെ അവരുടെ വികാരം എന്താണ് എന്നതുകൂടി അറിയാം. അപ്പോൾ തളിപ്പറമ്പിന് എന്താണ് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ? ജനശബ്ദത്തിലേക്ക്. മുമ്പത്തെ ഭൂരിപക്ഷം കിട്ടൂല, ജയിക്കും 2 വർഷം. തളിപ്പറമ്പെന്നപ്പോൾ LDF ജയിക്കും എന്ന സംശയം. ഭൂരിപക്ഷം കിട്ടും, ഗോവിന്ദൻ മാഷുകളും കിട്ടും. EK ഗോവിന്ദൻ മാഷ് നല്ലൊരു നേതാവാനും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവസാന നിമിഷം ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ിൽ ശ്യാമള ടീച്ചർ നയിക്കും. കേക്ക് പരമാവധി വോട്ട് കുറയാനാ ചാൻസ്. കണ്ടറിയാം നമുക്ക്. അതിൻ്റെ ഉത്തരം 9-ാം തീയതി ഉണ്ടാവും. തളിപ്പറമ്പ് നമ്മൾ തുടർച്ചയായി നമ്മൾ ജയിച്ചു വരുന്ന മണ്ഡലമല്ലേ. അപ്പോൾ നമ്മൾ ഏത് സ്ഥാനാർത്ഥി വന്നാലും നമ്മളെ സ്ഥാനത്ത് തോൽപ്പിക്കാൻ കഴിയില്ല. നല്ല ഭൂരിപക്ഷത്തോടെ നിൽക്കും. അയാൾ പിന്നെ അധികാരം മോഹം കൊണ്ടൊക്കെ മാറിപ്പോയതല്ലേ. പിന്നെ അയാളിപ്പോൾ നല്ലൊരു വോട്ട് ചെയ്യില്ല. കോൺഗ്രസ്സുകാരുടെ വോട്ട് ചെയ്യില്ല. ഇപ്പോൾ അയാൾക്ക് കഴിയില്ല. അതൊന്നും പറയാൻ പറ്റില്ല. ഡേറ്റ് മത്സരം അവിടെ സാധ്യത UDF ജയിക്കാനാണ് സാധ്യത ഇപ്രാവശ്യം. അതുകൊണ്ട് കാര്യങ്ങൾ അങ്ങനെ പോക്ക്. അമ്പലത്തിൽ ശ്യാമള ടീച്ചർ ജനങ്ങളപ്പോൾ അങ്ങനെ സമ്മിശ്ര പ്രതികരണമാണ് നടത്തുന്നത്. എന്തായാലും തളിപ്പറമ്പിൽ ഇതുവരെ വലിയ ട്വിസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആകാംക്ഷ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരാളെ കണ്ടു. ചേട്ടൻ ഈ കൈയൊക്കെ നോക്കി ഭാവിയൊക്കെ പ്രവചിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ചേട്ടനോട് ചെറുതായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. ചേട്ടാ, കേരളത്തിന്റെ ഭാവി പ്രവചിക്കാൻ പറ്റുമോ? കേരളത്തിൻ്റെ ഭാവി എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. എന്നാലും ഒരു 3ാം ഭരണം, തുടർ ഭരണം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ്. തുടർ ഭരണം പ്രവചനമാണോ അതോ പ്രതീക്ഷയാണോ? പ്രതീക്ഷയാണ്, പ്രചരണമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്? അങ്ങനെ ജനങ്ങളെ സേവിക്കുന്ന ഒരു നല്ലൊരു ഭരണകൂടമാണ്, അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അത്ര ഇവിടെ വരുന്ന ആളുകളൊക്കെ ചേട്ടൻ്റെ അടുത്തേക്ക് എത്താറുണ്ടോ? അത് മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് എത്താറുണ്ട്. എത്ര വർഷമായി ഇത് ഈ കൈയൊക്കെ നോക്കി? കൈനോട്ടം പഠിച്ചത് 50 വർഷമായി. അതിൽ 10-20 വർഷമായി ഇവിടെ ഇരിക്കുന്നു. നല്ല പരിചയമുള്ള സ്ഥലമാണ്. ആളുകളെയൊക്കെ കണ്ട മുഖം നോക്കി ശാസ്ത്രം പറയാൻ പറ്റുമോ? ശാസ്ത്രം പറയാൻ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഐശ്വര്യവതിയാണ്, നല്ല മനസ്സിൻ്റെ ഉടമയാണ്, നല്ല സ്പീച്ചിങ് ആണ്. ആണല്ലേ? സന്തോഷം. എന്തായാലും വന്നതിന് ഗുണമുണ്ടായി. ഓക്കെ ശരി ചേട്ടാ. അപ്പോൾ നമ്മളിതാ പറഞ്ഞതുപോലെ തന്നെ പറശ്ശിനിക്കടവിന് മുമ്പിലാണുള്ളത്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, പലയിടങ്ങളിൽ നിന്നും ആളുകളുണ്ട്. ഒരു സംഘത്തിലേക്ക് കൂടിയാണ് അവർ നമ്മളോട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. ഹലോ, ഹായ്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ലേ? അമ്മയുടെ കൂടെ പോയിട്ടുണ്ടോ? കയ്യിലൊക്കെ മഷി വരട്ടി തന്നിട്ടുണ്ടോ? ഇല്ല. ഇത്തവണ അമ്മ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അമ്മയുടെ കൂടെ പോകണം. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളോട് പറയണം, ഈ കുഞ്ഞു കയ്യിലൊരു മഷി വരച്ചു തരാം. കേട്ടോ? പറയോ? അപ്പൊ മോൾ എവിടാ വരുന്നേ? എവിടുന്നാ വരുന്നേ? ആടാ, എന്താ പേരെന്താ? അപ്പൊ അതായത് ഒരു കുഞ്ഞാള് നമ്മുടെ മൈക്കിനൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ മൈക്ക് കൈ കൊടുക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പറശ്ശിനിക്കടവിൽ നിന്ന് തൽക്കാലം യാത്ര പറയുകയാണ്. പക്ഷെ കണ്ണൂരിന്റെ കാഴ്ചകൾ ഇനിയും തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.